ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മല. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്പർശം പദ്ധതിയുടെ കരട് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അവതരിപ്പിച്ചു. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും പദ്ധതിയിൽ മുൻഗണന. ഉറുകുന്നിൽ വാഹനാപകടത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം കൊല്ലപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. അപകടം വ്യാഴാഴ്ച രാത്രി. CPM പ്രവർത്തകരെയും ഭാര്യയെയും BJP നേതാവ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനത്തിന് നാഴികക്കല്ലാകുന്ന സ്പർശം പദ്ധതിയുടെ കരട് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അവതരിപ്പിച്ചു. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് പദ്ധതിയിലെ മുഖ്യ പരിഗണന നൽകുന്നു. പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനത്തിന് നാഴികക്കല്ലാവുന്ന സ്പർശം പദ്ധതിയുടെ കരട് നഗരസഭാ കൌൺസിലിൽ ചെയർമാൻ MA രാജഗോപാൽ അവതരിപ്പിച്ചു.
ഒരു ഡോക്ടർ, നേഴ്സ്, വൈദ്യുതൻ ഞങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോൾ 2 ആഴ്ചയിലൊരിക്കൽ എത്രയെങ്കിൽ 20 കേന്ദ്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാണ് ഈ പ്രപ്പോസൽ കരട നിർദ്ദേശങ്ങളാണ്. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സമഗ്ര ചികിത്സയും പരിചരണവും ഇൻഷുറൻസും വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് സ്പർശം. പദ്ധതിയുടെ വിശദീകരണം സാമൂഹ്യക്ഷേമ വകുപ്പ് റീജിയണൽ കോർഡിനേറ്റർ വിനു വിൽസൺ നിർവഹിച്ചു. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളുമായി 33 കേന്ദ്രങ്ങളിൽ വയോമിത്രം 3 വർഷത്തോളമായിട്ട് നടപ്പിലാക്കി വരികയാണ്. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ 20 വാർഡുകളെല്ലാം പ്ലാൻ ചെയ്ത് ഇത്രയും രീതിയിലാണെന്ന് ഞാനും മനസ്സിലാക്കിയില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു സ്റ്റാഫ് നേഴ്സ് ഉണ്ടാവും, ഒരു JPH ഉണ്ടാവും. എല്ലാ ക്യാമ്പുകളിലും പോകുന്നതിനും നമ്മുടെ ഈ പ്രോജക്ടിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ടാവും. ഇതിനു പുറമെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി MSW ബിരുദാനന്തര ബിരുദമുള്ള ഒരു കോർഡിനേറ്ററും ഉണ്ടാവും. നിങ്ങളെ കൗൺസിലേഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് തലത്തിലുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോർഡിനേറ്റർ ഉണ്ടാകുന്നത്. കോർഡിനേറ്റർക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും. അപ്പൊ അതില് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിക്കാം. രാവിലെ 9 മണിക്ക് തന്നെ ക്യാമ്പ് ഇവിടുന്ന് തിരിക്കും. 9:30 ആകുമ്പോൾ തന്നെ നമ്മുടെ സൈറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷ. ഇവിടുത്തെ ദൂരമൊന്നും എനിക്ക് അറിയത്തില്ല. ഈ രീതിയിലാണ്. അപ്പൊ ഒരിട സ്ഥലത്ത് ഇപ്പൊ 9:30 എത്തിക്കഴിഞ്ഞാൽ 11:30 വരെ 2 മണിക്കൂർ ഒരു സ്ഥലത്ത് ക്യാമ്പ് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ 2 മണി വരെ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടറുടെ സേവനം നമുക്ക് 2 മണി വരെയാണ്, രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് ലഭിക്കുന്നത്. അപ്പൊ അവരെ മാക്സിമം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു വയോജന സൗഹൃദ മുനിസിപ്പാലിറ്റി ആക്കി മാറ്റിയെടുക്കാനും പറ്റും. രാവിലത്തെ കാര്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓരോ വാർഡുകളും നമുക്ക് വയോജന സൗഹൃദമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. പുനലൂർ നഗരസഭയിലെ 12,621 വീടുകളിലായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46,653 അംഗങ്ങളാണുള്ളത്. ഇതിൽ തൊഴിലാളികളും സാധാരണക്കാരുമാണ് മഹാഭൂരിപക്ഷവും. ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. പ്രതിദിനം 2200-ലധികം OP നടക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ 14 ഡോക്ടർമാരാണുള്ളത്. കാര്യമായ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുന്നതിനോ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്നതിനോ തിരക്ക് മൂലം കഴിയുന്നില്ല. ജീവിതശൈലി രോഗങ്ങൾക്ക് പലപ്പോഴും കൃത്യമായ ബോധവൽക്കരണവും ചികിത്സയും ലഭ്യമാകുന്നില്ല. വയോജനങ്ങൾക്ക് കൃത്യമായ പരിചരണവും ചികിത്സയും കിട്ടുന്നില്ല. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യ പരിപാലനത്തിനുള്ള സമഗ്രവും ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. എന്നീ വസ്തുതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏറെ പ്രതീക്ഷയോടെ ചെയർമാൻ സ്പർശം അവതരിപ്പിച്ചത്. തുടക്കത്തിൽ പ്രതിഷേധവുമെത്തിയ പ്രതിപക്ഷം പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിൽ ഭരണപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. നല്ല പദ്ധതികൾ കാര്യങ്ങളെല്ലാം കൊള്ളാം. വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നതല്ല. നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നതല്ല. ഷുഗർ പരിശോധന മുതൽ നമ്മുടെ ഡയബറ്റിക് പരിശോധന ഉള്ള ഓരോ കാര്യങ്ങളും കേന്ദ്രങ്ങളിൽ ചെന്ന് പരിശോധിക്കുന്ന കാര്യങ്ങൾ, BPL ലെവലുള്ള APL ലെവലുള്ള ചെറിയ ഫീസ് മേടിക്കുന്ന എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു. എല്ലാം നല്ല കാര്യങ്ങളാണ്, വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ ഒരു കൗൺസിലർ അവതരിക്കുള്ള മാനദണ്ഡങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം. പാലിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ അറിയണം, അതിനകത്ത് ചർച്ചകൾ ഉണ്ടാകണം, ആ കമ്മിറ്റിക്ക് ചർച്ച ഉണ്ടാകും. 2016 ജനുവരി മാസം മുതൽ ആഴ്ചയിലൊരിക്കൽ എല്ലാ വാർഡുകളിലും 2 വാർഡുകൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭ്യമാക്കും. പ്രസ്തുത കേന്ദ്രത്തിൽ വെച്ച് 2 ആഴ്ചയിലൊരിക്കൽ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി മാത്രമായി വൈദ്യപരിശോധന ലഭ്യമാക്കുകയും ജീവിതശൈലി രോഗങ്ങളടക്കം സൗജന്യ മരുന്ന് വിതരണം നടത്തുകയും ചെയ്യും. 2 ആഴ്ചയിലൊരിക്കൽ എല്ലാവർക്കും പരിശോധനയും മരുന്നും വിതരണം ചെയ്യും. 2016 ജനുവരി മാസത്തിൽ 35 വാർഡുകളിലും സമഗ്ര ആരോഗ്യ സർവേ നടത്തി എല്ലാവരുടെയും ഹെൽത്ത് ഹിസ്റ്ററി ശേഖരിച്ച് ഹെൽത്ത് കാർഡുകൾ തയ്യാറാക്കുകയും ഇതിനായി ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യും. 2016 ജനുവരി മാസത്തിൽ ആശാ വർക്കർമാർക്ക് ട്രെയിനിംഗ് നൽകി ഫെബ്രുവരി മുതൽ വാർഡിലെ എല്ലാ വീടുകളിലും എത്തി ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ എന്നിവ പരിശോധിക്കുകയും APL വിഭാഗത്തിലുള്ളവരിൽ നിന്നും ചെറിയ ഫീസും BPL വിഭാഗത്തിലുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായും പദ്ധതി നടപ്പിലാക്കും. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കും. ശയ്യാവലംബിതരായ രോഗികൾക്ക് ഭവനത്തിലെത്തി ചികിത്സ നൽകും. സൈക്യാട്രി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി മാനസിക ആരോഗ്യ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് മാസത്തിലൊരിക്കൽ പ്രത്യേക ചികിത്സാ ക്യാമ്പും തുടർ ചികിത്സയും നടപ്പിലാക്കും. സ്കൂളുകളിൽ യോഗ ക്ലാസ് ക്രമീകരിക്കും. ആരോഗ്യ പരിരക്ഷണത്തിനായി പ്രഭാത നടത്തം, സായാഹ്ന നടത്തം, യോഗ, കരോട്ട എന്നിവ പ്രോത്സാഹിപ്പിക്കും. 2016 മാർച്ച് മാസം മുതൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ആംബുലൻസ് സൗകര്യവും ചികിത്സാ ധനസഹായവും ലഭ്യമാക്കും.
എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ്. വളർന്നുവരുന്ന പുതിയ തലമുറയും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉളവാക്കുവാൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ക്വിസ് മത്സരം, പെയിന്റിംഗ് മത്സരം, രചനാ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ഗർഭിണികൾക്കും 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യും. ഗർഭധാരണം മുതൽ പ്രസവം വരെ തുടർച്ചയായി പരിരക്ഷണം ഉറപ്പുവരുത്തുവാൻ വൈദ്യ പരിശോധനയോടൊപ്പം വിദഗ്ധരുടെ ക്ലാസുകൾ ഇവർക്ക് വേണ്ടി ക്രമീകരിക്കും. വൃദ്ധജനങ്ങൾക്ക് പകൽ വീട്, വയോജന ക്ലബ്ബുകളുടെ രൂപീകരണം, വൃദ്ധജനങ്ങൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി അലാം സിസ്റ്റം തുടങ്ങിയവ നടപ്പിലാക്കും. തുടങ്ങി നിരവധി പദ്ധതികളാണ് സ്പർശത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. കരട് പദ്ധതിയിൽ വിശദമായ ചർച്ചയും തിരുത്തലുകളും നടത്തി അടുത്ത കൌൺസിലിൽ പദ്ധതി അംഗീകരിച്ച് നടപ്പിൽ വരുത്തും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനാപകടം കാണാൻ വേണ്ടി നിർത്തിയിട്ട ഓട്ടോയ്ക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് സഹോദരങ്ങൾക്ക് പരിക്ക്. മണയറ സ്വദേശി പ്രദീപ്, സഹോദരി പ്രിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മണയറ ശാസ്താംകാവ് പ്രദീപ് ഭവനിൽ പ്രദീപ്, സഹോദരി പ്രിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രിജയെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂർ കായംകുളം പാതയിൽ പുതുവൽ മാർത്തോമ പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 9:30 അപകടം നടന്നത്. അപകടത്തിന്റെ തലേദിവസം രാത്രിയിൽ മാർത്തോമ പള്ളിക്ക് സമീപമുള്ള 11 kV വൈദ്യുത പോസ്റ്റിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നതല്ലാതെ കാറിലുണ്ടായിരുന്നവർക്ക് സാരമായ ൊന്നും സംഭവിച്ചില്ല. വൈദ്യുത പോസ്റ്റിൽ കാർ ഇടിച്ചു കിടക്കുന്നത് കാണാനായി ഇളമണ്ണൂർ സ്വദേശി ജോജോ ഓട്ടോറിക്ഷ നിർത്തിയപ്പോഴാണ് പിറകെ വന്ന സ്കൂട്ടർ ഓട്ടോയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന പ്രിജ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രിജയെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 8:20 ഈ വണ്ടി അവിടെ ഇടിക്കുന്നത്. ആ പോസ്റ്റ് ഇടിച്ച് രാത്രി വന്ന് ഞാൻ തന്നെ അതിലെ കേബിൾ വരെ അഴിച്ചു വിട്ടു. ഇപ്പം രാവിലെ ഞാൻ വിചാരിച്ച് ഈ വണ്ടി വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴാണ് ഈ ആട്ടോ ഇവിടെ കൊണ്ട് ചവിട്ടി. തൊട്ട് കുറേ ആങ്ങളെയും പെങ്ങളും കൂടെ ആണെന്ന് ബൈക്ക് ഒരു കൈനറ്റേക്കേ വന്ന് അവരിടിച്ച് അവരെ പൊക്കി ആശുപത്രി കയറ്റി 10,000 അയച്ചിട്ടുണ്ട്. അടൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓറഞ്ച് വിപണിയിൽ വിലക്കുറവിന്റെ മധുരം. നാഗ്പൂരിൽ നിന്നെത്തുന്ന ഒന്നാം തരം ഓറഞ്ചിന് വെറും 30 രൂപ മുതലാണ് വില. നാഗ്പൂരിൽ നിന്നെത്തുന്ന ഒന്നാം ഗ്രേഡ് ഓറഞ്ചിന് കിലോഗ്രാമിന് 30 മുതൽ 40 രൂപ വരെയാണ് വില. 1.5 കിലോ 50 രൂപ നിരക്കിൽ വിൽക്കുന്ന കച്ചവടക്കാരും ധാരാളം. പോയ വർഷം ഇതേ സമയം ഇതേ ഇനത്തിൽപ്പെട്ട ഓറഞ്ചിന് കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലായിരുന്നു വില. 100 രൂപയ്ക്ക് 5 കിലോ ഓറഞ്ച് എന്ന ബോർഡ് ചില കടകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പത്തനാപുരം, പുനലൂർ മേഖലകളിൽ 3 കിലോ ഓറഞ്ചിന് 100 രൂപ വരെ വിലയ്ക്ക് ലഭ്യമാകും. ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചതാണ് വിലക്കുറവിന് കാരണമായി പറയപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വിളവാണത്രേ ഇത്തവണ നാഗ്പൂരിൽ ലഭ്യമായത്. ലോറി വാടക മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടിയില്ലായിരുന്നെങ്കിൽ വില ഇതിലും കുറഞ്ഞേനെ എന്നാണ് വ്യാപാരികൾ പറയുന്നത്. നാഗ്പൂർ ഓറഞ്ച് ഏറ്റവും ശുദ്ധമായ ഓറഞ്ച് 3 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ. നല്ല മധുരം നാഴിക ഏറ്റവും വില കുറഞ്ഞ സാധനം 4 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ. സാധാരണ മണ്ഡലകാലത്ത് ഓറഞ്ചിന് നേരിയ വിലവർധന ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായിട്ടില്ല. നാഗ്പൂർ ഓറഞ്ചിന്റെ സീസൺ 2 മാസം കൂടി നീളുമെന്നും വ്യാപാരികൾ പറയുന്നു. അത് കഴിഞ്ഞാൽ അമരാവതി ഓറഞ്ചിന്റെ സീസൺ തുടങ്ങും. വില കുറഞ്ഞതോടെ ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ.
സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം, അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. ജീപ്പും ട്രാവലറും കൂട്ടിയിടിച്ച് CPM ലോക്കൽ കമ്മിറ്റി അംഗം കൊല്ലപ്പെട്ടു. അപകടത്തിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ ഉറുകുന്നലായിരുന്നു അപകടം. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിലെ ബൊലീറോ ജീപ്പും തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ PD സുന്ദരേശനാണ് മരിച്ചത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരന്റെ മരണത്തിന് പോയി മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. വാരിയലിനും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ സണ്ണി ജോസഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സക്കറിയ എന്നയാൾക്കും സാരമായി പരിക്കേറ്റുണ്ട്. പരിക്കേറ്റ ട്രാവലറിന്റെ ഡ്രൈവറെയും തീർത്ഥാടകരെയും പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുന്ദരേശന്റെ മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയോടെ പോലീസ് നടപടിക്രമം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിജയയാണ് ഭാര്യ, സുകന്യ, വിഷ്ണു എന്നിവർ മക്കളാണ്. മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. മാർത്തോമ ദിവനിയാസ് മെത്രോപൊലിത്തയുടെ 43ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ റാസ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് റാസയിൽ പങ്കെടുത്തത്. കല്ലിങ്കടവിൽ നിന്നും ആരംഭിച്ച റാസ പത്തനാപുരം മൗണ്ട് ടാബോർ ദേറ കബറിങ്കിൽ സമാപിച്ചു. നൂറുകണക്കിന് ഇടവക വിശ്വാസികൾ റാസയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നേത്രരോഗമുള്ള കുട്ടികൾക്ക് കണ്ണടകളും തെരുവ് കച്ചവടക്കാർക്ക് കുടകളും സൗജന്യമായി വിതരണം ചെയ്തു. മുൻ MP N പീതാംബരക്കുറുപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 39 സ്കൂളുകളിലെ 117 നേത്രരോഗമുള്ള കുട്ടികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്ത് അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബ്ബ് മാതൃകയായി. ഐറിഷ് ഐ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ 39 സ്കൂളുകളിലെ കുട്ടികളിൽ നടത്തിയ പരിശോധനയിൽ നേത്രരോഗം സ്ഥിരീകരിച്ച 117 കുട്ടികൾക്കാണ് അഞ്ചൽ സെന്റ് ജോർജ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തത്. ലയൺസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ള സേവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്നതാണെന്ന് ഉദ്ഘാടകനായ മുൻ MP N പീതാംബരക്കുറുപ്പ് അഭിപ്രായപ്പെട്ടു. വളരെ പ്രശംസനീയമായി ലോകത്തെമ്പാടും സേവനം എത്തിക്കുന്ന ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും പ്രശംസനീയമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലയൺസ് ക്ലബ്ബ്. അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബ്
ഈ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിൽ ഇന്ന് രാവിലെ ആരംഭിച്ച് നിരവധി കുഞ്ഞുങ്ങൾക്ക് കന്നഡ നൽകുന്ന പരിപാടി ഏറെ അഭിമാനകരവും ആശ്വാസകരവും അഭിനന്ദനാർഹവുമാണ്. അതിന്റെ മുഴുവൻ നേതാക്കളെയും സംരംഭകരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. തെരുവ് കച്ചവടക്കാർക്ക് സൗജന്യമായി കുടകളും വിതരണം ചെയ്തു. അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷാജിലാൽ, സെക്രട്ടറി രാജേന്ദ്രൻപിള്ള, ട്രഷറർ KS ജയറാം, ഗുരുദാസ്, K യശോധരൻ, S തമ്പി, രാധാമണി ഗുരുദാസ്, സുജ ഷാജിലാൽ, ലീന എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത അഞ്ചൽ. CPM ബ്രാഞ്ച് സെക്രട്ടറിയെയും ഭാര്യയെയും BJP നേതാവും മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി. മഞ്ഞക്കാല ലക്ഷ്മി വിലാസം പുത്തൻ വീട്ടിൽ ശിവകുമാറിനും ഭാര്യ ആര്യയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ക്ഷേമനിധി ഓഫീസിൽ പോകുന്നതിനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ യാതൊരു പ്രകോപനവും കൂടാതെ തന്നെയും ഭാര്യയെയും BJP നേതാവ് ജയപ്രകാശ് മർദ്ദിക്കുകയായിരുന്നുവെന്നും ശിവകുമാർ പറഞ്ഞു. അന്ന് രാവിലെ 7:30 ഞങ്ങൾ ക്ഷേമനിധി ഓഫീസിൽ പോകാൻ പുത്തളത്ത് ജംഗ്ഷനിൽ തലവൂർ മഞ്ഞക്കാല പുത്തളത്ത് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ തലൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റും പിന്നെ മഞ്ഞക്കാല ബാങ്കൊക്കെ നടത്തുന്ന ജയപ്രകാശ് എന്ന് പറഞ്ഞ് പുള്ളി അതിലേക്കൂടെ വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അയാളെ നോക്കിയെന്നും പറഞ്ഞ് ഇയാൾ ബൈക്ക് കൊണ്ടുവന്ന് ജംഗ്ഷനിലോട്ട് വെച്ചിട്ട് ഓടി വന്ന് എൻ്റെ ദേഹത്ത് ചവിട്ടി എന്നെ മറിക്കുകയായിരുന്നു ചെയ്തത്. എന്നെ അടിച്ച് വീഴ്ത്തിയതാണ് ഈ പാട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ ഇതിനിടയ്ക്ക് കയറി എൻ്റെ ഭാര്യയെ അയാൾ ചവിട്ടി തൊടിക്കുകയും അവൾ മറിഞ്ഞു വീഴുകയും അത് കഴിഞ്ഞിട്ട് അവളെ പൂണ്ടക്കം കയറി പിടിക്കുകയും അവളെ ദേവോദരം ചെയ്യാൻ അവളുടെ ഇടത്ത് കയ്യിൽ പിടിച്ച് വലിച്ച് പിന്നെ തിരിച്ച് മാറ്റുകയും ചെയ്തു. അങ്ങനെ അവളുടെ കയ്യിൽ നീര് എൻ്റെ ചെവുക്കലിനും തലയ്ക്കും എൻ്റെ ദേഹത്തൊക്കെ ആസവല ഇവനെ അടിച്ച് പറ്റിച്ചു. ഇയാൾ തലവൂർ ദേവസ്വത്തിൻ്റെ ഒരു പ്രസിഡന്റാണ്. ഈ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ, ഈ ദേവസ്വത്തിൻ്റെ ഒരു പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? മുൻവൈരാഗ്യമൊന്നുമില്ല, രാഷ്ട്രീയ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ മഞ്ഞക്കാല പാർട്ടിയിൽ നല്ല രീതിയിൽ സജീവമായിട്ട് CPMന്റെ പ്രവർത്തനത്തിന് സജീവമായിട്ട് നിന്നതാണ്. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിൻ്റെ കാരണമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അല്ലാതെ ഇയാളുമായിട്ട് യാതൊരുവിധ ശത്രുതാ മനോഭാവവും എനിക്കില്ല. എൻ്റെ ഭാര്യ ഒരു ഭർത്താവിന് കണ്ടുകൊണ്ട് നിൽക്കാൻ സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് എൻ്റെ ഭാര്യയെ ചെയ്തത്. സാമൂഹ്യ രീതിക്ക് നിരക്കാൻ വയ്യാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. ഒരു മനുഷ്യനും സ്വന്തം ഭാര്യയെ ഇങ്ങനെ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ കഴിവില്ലാത്ത ഒരു രീതിയിലാണ് ഇയാൾ ആക്രമിച്ചത്. സ്വന്തം ഭാര്യയോട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനകത്ത് പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായി മാറി. ഇയാൾ കുണ്ടൊക്കെ കയറി പിടിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നീതിക്ക് നിരക്കാത്ത ഒരു സംഭവമാണ്. തന്നെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ ഭാര്യയെയും മർദ്ദിച്ചു അത്രേ. മാറടി ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ പൂണ്ടടക്കം കയറി പിടിച്ച് കൈ പിടിച്ച് തിരിക്കുകയും പുറത്തു കൈ വീശി ഒറ്റ അടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഒറ്റ പിടിച്ച് എന്നെ ഒരു തെള്ളും മാറടി നീ എന്തിനാ എന്ന് പറഞ്ഞ് എന്നെ അത്രയും ചെയ്യുന്നു. നാളെ ഇനി ഈ സംഭവിച്ച നാളെ വേറൊരു സ്ത്രീയോടും ആയിരുന്നെങ്കിൽ ഈ കാര്യം തന്നെ ചെയ്യത്തില്ലയോ? നാളെ എനിക്ക് വന്നത് വേറൊരു സ്ത്രീക്കായാലോ? തുടർന്ന് കുന്നിക്കോട് പോലീസിൽ പരാതി നൽകി. മർദ്ദനത്തിൽ പരിക്കേറ്റ ശിവകുമാറും ഭാര്യ ആര്യയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475 2220 357. പൊന്നണിയ
അണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 2271 342. ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. തൊളിക്കോട് വാർഡിലെ ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ADS അംഗങ്ങൾ നഗരസഭ ചെയർമാനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തൊളിക്കോട് വാർഡിലെ ADS വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തി ആരോഗ്യരംഗം, 2 മാലിന്യ സംസ്കരണം, 3 ജൈവ കൃഷി, 4 സ്ത്രീ ശാക്തീകരണം, ഈ 4 മേഖലകളിൽ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചാൽ മാത്രം നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയുന്ന 4 പ്രോജക്റ്റുകൾ ഞങ്ങൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുനലൂരിലെ അയൽക്കൂട്ട സംവിധാനം ഏറ്റവും സുശക്തമായിട്ടുള്ള സംവിധാനം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ കൗൺസിലിന് മുമ്പുള്ള കൗൺസിലിലൊക്കെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പരിപാടികളിലും വലിയ സ്ത്രീ ജന പങ്കാളിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിൽ നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ അയൽക്കൂട്ടത്തെ, നിങ്ങളുടെ ADSനെയൊക്കെ നോക്കിക്കാണുന്നത്. വാർഡ് കൌൺസിലർ K. രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൊളിക്കോട് വാർഡിലെ മുൻ കൌൺസിലർ സരോജയ്ക്ക് സ്വീകരണം നൽകി. ജില്ലാ ശാസ്ത്രമേളയിൽ നെറ്റ് മേക്കിംഗിൽ A ഗ്രേഡ് നേടിയ R. ശ്രീരാജ് പിള്ളയ്ക്ക് ചടങ്ങിൽ വെച്ച് ചെയർമാൻ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലയൺസ് ഡിസ്ട്രിക്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് ബീച്ച് അംബ്രലകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ശോഭിത ഇസാഖ് നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ബോർഡ് 318 നേതൃത്വത്തിൽ നിർധനരായ വഴിയോര കച്ചവടക്കാർക്ക് ബീച്ച് അംബ്രല നൽകുന്ന പദ്ധതിയുടെ 2ാം ഘട്ട വിതരണം പുനലൂരിൽ സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. പാറശാല മുതൽ ഹരിപ്പാട് വരെ ഉള്ള വഴിയോരങ്ങളിലിരുന്ന് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന നല്ല പ്രായത്തെ പോലും മറന്ന് നമ്മളിവിടെ വന്ന് ഇവർക്ക് ഓരോ അംബ്രല തണൽ എന്ന ഈ പ്രോജക്റ്റ് നമ്മുടെ ടീം പ്രോജക്റ്റാണ്. ഈ ടീം പ്രോജക്റ്റിൽ അമ്മമാർക്കും പാവപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന അവർക്ക് വേണ്ടി ഒരു തണൽ നൽകുക എന്നുള്ള സംരംഭത്തോടെ ഈ പ്രോജക്റ്റ് നമ്മൾ ഇത് കൊടുക്കാൻ ഞങ്ങളുടെ ലയൺസ് ബോർഡിൻ്റെ പുള്ളൂർ ഗ്രേറ്ററിൻ്റെ മെമ്പേഴ്സും അഞ്ചൽ ടൗൺ ക്ലബിൻ്റെ മെമ്പേഴ്സും നമ്മളെല്ലാവരുടെ ലയൺസും ലയൺസും എല്ലാവരും ചേർന്നാണ് ഈ പ്രോജക്റ്റ് ഇവിടെ ഞങ്ങൾക്ക് കൊടുക്കുന്നത്. പുനലൂർ വെട്ടിപ്പുഴ പാലത്തിന് സമീപമുള്ള നാരങ്ങ കച്ചവടക്കാർക്കാണ് കുടകൾ വിതരണം ചെയ്തത്. ലയൺസ് ബോർഡ് DC ഇസാഖ്, ലയൺസ് ബോർഡ് സെക്രട്ടറി രാധാമണി ഗുരുദാസ്, ബേബി, യാക്കൂബ്, അലക്സാണ്ടർ മാത്യൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറശാല മുതൽ ഹരിപ്പാട് വരെയാണ് ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കുടകൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. തണൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ജനുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. எங்களுக்கு நல்ல உயிருக்கு காப்பாற்றதுக்கு நல்ல நந்தி கடன் கொடுத்துருக்காங்க. நல்லது, நாங்க தான் எந்த கடன் கழிக்க போறோம். ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്പർശം പദ്ധതിയുടെ കരട് പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ അവതരിപ്പിച്ചു. വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും പദ്ധതിയിൽ മുൻഗണന. ഉറുകുന്നിൽ വാഹനാപകടത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം കൊല്ലപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. അപകടം വ്യാഴാഴ്ച രാത്രി. CPM പ്രവർത്തകരെയും ഭാര്യയെയും BJP നേതാവ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.